ചോദ്യം ഉത്തരം പരിപാടിയിൽ നിങ്ങൾ ചോദിക്കൂ ഉത്തരം പറയാം എന്ന് പറയുന്നതിൽ നല്ല നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ സമകാലിക വിഷയത്തോടൊപ്പം അതും കൂടി സംസാരിക്കാൻ എനിക്ക് സംശയമുണ്ട്, അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു വിൻഡോയും കൂടെ തുറക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് പറയാൻ പറ്റും, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഏതായാലും അതിന് ഉത്തരം പറഞ്ഞു വരുന്നുണ്ട്. അതിലൊരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. എൻ്റെ പേര് ജാഫർ, ഞാൻ കുന്നമംഗലം സ്വദേശിയാണ്. ഞാനൊരു വാർത്ത കണ്ടു, ഒരു യുവാവിന്റെ ജനനേന്ദ്രിയം തകർത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഈ വാർത്തക്ക് ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസിയായ ഒരാളാണ് മറ്റൊരു യുവാവിന്റെ ജനനേന്ദ്രിയം തകർത്തത്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്രൈസ്തവ വിശ്വാസം പോയിരുന്ന എത്ര വ്യക്തികൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ ജനനേന്ദ്രിയം തകർത്ത യുവാവിനെ, ആ ക്രൂരകൃത്യം ചെയ്ത യുവാവിനെ എത്ര അവർ എതിർക്കുന്നു, അല്ലെങ്കിൽ ആ സമുദായം അതിനെ തള്ളി പറയുന്നുണ്ടോ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം കേരളത്തിലെ പത്രമാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ജാഫറാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സഹോദരൻ്റെ ജനനേന്ദ്രിയം തകർത്ത് തരിപ്പണമാക്കി. നമ്മൾ ഈ ജനനേന്ദ്രിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടുപേരെയാണ്. ഒന്ന് നമ്മുടെ രവിചന്ദ്രൻ പിള്ളയും, രണ്ട് നമ്മുടെ അരിപ്പൂനെയും. രവിചന്ദ്രൻ പിള്ളയോട് ഈ ലിംഗസമത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മനുഷ്യർക്കൊക്കെ വ്യത്യസ്ത ലിംഗമാണുള്ളത് എന്ന് വളരെ ആഴത്തിൽ പഠിച്ച് മറുപടി പറഞ്ഞ ആളാണ് നമ്മുടെ രവിചന്ദ്രൻ. പിന്നെ അരിപ്പു ആണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പെർട്ടുമാണ്. ഇതിൻ്റെ അഗ്രം ഛേദിക്കുന്നതിനെതിരെ കോടതിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയതാണ്. ഏതായാലും പാലക്കാടുണ്ടായ സംഭവം, ആ സംഭവത്തിൻ്റെ ഒരു ഗതിവിഗതി നമ്മൾ നോക്കിക്കണ്ടാൽ വളരെ രസകരമായൊരു സംഗതിയാണ്. രസകരം എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ളതല്ല, മഹാക്രൂരതയാണ്. എങ്കിൽ പോലും ഈ പറഞ്ഞ പങ്കുകാരൻ, ഏത് പങ്കുകാരൻ, ഈ പയറും വള്ളിയും ആക്രമിക്കപ്പെട്ട ആൾ, അദ്ദേഹം ഏതാണ്ടൊരു സുഡാപ്പിക്കാരനെ ചേർത്തലയിൽ വെട്ടിക്കൊന്ന കേസിൽ അദ്ദേഹം പ്രതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായും ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഉപകരണം അടിച്ച് തകർത്തിട്ടുണ്ടാവുക ഈ സുഡാപ്പിക്കാരായ ജിഹാദികളായ ആളുകൾ ആണെന്നാണ് എല്ലാവരും ഇത് കഴിഞ്ഞപ്പോഴേ പ്രഖ്യാപിച്ചത്. കാരണം ഇപ്പം നമ്മുടെ സമൂഹത്തിലൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഇതിനകത്തുള്ള ഒരു വീക്ഷണം എന്താണെന്നറിയോ? ഈ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തിലും സാമൂഹ്യ വിരുദ്ധരുണ്ട്, എല്ലാ വിഭാഗത്തിലും കടുത്ത വർഗീയവാദികളുണ്ട്, എല്ലാ വിഭാഗത്തിലും മൗലികവാദികളുണ്ട്, എല്ലാ വിഭാഗത്തിലും അവസരം കിട്ടിയാൽ മോഷ്ടിക്കുന്നവരുണ്ട്, എല്ലാ വിഭാഗത്തിലും ഏത് കുറ്റകൃത്യങ്ങളും കാണിക്കുന്നവരുണ്ട്, എല്ലാ വിഭാഗത്തിലും പിള്ളാരെ കണ്ടിക്കുന്നവരുണ്ട്, എല്ലാ വിഭാഗത്തിലും ബലാത്സംഗ വിദഗ്ധരുണ്ട്. ഇതെല്ലാം ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഓരോരുത്തർക്കായിട്ട് അങ്ങ് മുദ്ര കുത്തി കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ തമ്മിലടിയാണോ അത് കുറച്ച് പേർക്ക്, പോക്സോ ആണോ അത് മറ്റു കുറച്ച് പേർക്ക്. ഒരിക്കലും പാസ്റ്ററും സംഘവുമാണ് ഈ കൊടംപുളി പൊട്ടിച്ചതെന്ന് കരുതിയതേയില്ല. CCTV പരിശോധിച്ചപ്പോഴാണ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ 3-4 ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഈ പാവത്തിൻ്റെ കൊടംപുളി പൊട്ടിച്ചത്. എന്നാൽ ഒന്ന് ആലോചിക്കണ്ടായോ, ഈ രാജ്യത്ത് പല ഭാഗങ്ങളിലും ഞങ്ങളുടെ കുടംപുളി പൊട്ടിക്കുന്നേ എന്നും പറഞ്ഞ് കരയുന്ന ആളുകളാണ് ഇത്തരം ആളുകൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറെ എവിടെല്ലാം ഭാഗം ഉണ്ടോ അടിക്കാൻ, അവിടെ തന്നെ അടിക്കണോ? അത് തന്നെ പൊട്ടിച്ച് കളയണോ? നിനക്കതിനോടുള്ളൊരു വൈരാഗ്യം എന്താ തീർത്താലും തീരാത്ത? ഏതായാലും അവിടെയാണ് അടിച്ചു പൊട്ടിച്ചത്. തലേ ദിവസമൊക്കെ 2-3 ദിവസം മുമ്പൊക്കെ ഈ കുടംപുളി പൊട്ടിയ ആളിൻ്റെ സഹോദരൻ പറഞ്ഞ് ഇത് SDPIക്കാരുടെ പ്രത്യാക്രമണമാണ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ പറയുമ്പോഴേ ഇപ്പോൾ ഒരു എരിവും പുളിയും ഒക്കെ കിട്ടത്തുള്ളൂ. ഒരു തീവ്രവാദകവും ഒരു ഭീകരവാദകവും ഒക്കെ വരണമെങ്കിൽ അങ്ങനെയുള്ള പേര് കിട്ടണം. നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ കൊച്ചിയിൽ പണ്ട് സംഭവം ഉണ്ടായപ്പം ഹമാസാണ് എന്ന് പറഞ്ഞ് എല്ലാവരും രംഗത്തിറങ്ങി. നമ്മുടെ ഇപ്പോഴത്തെ BJP അധ്യക്ഷനും അന്നത്തെ മന്ത്രിയുമൊക്കെ വളരെ പെട്ടെന്ന് പത്രസമ്മേളനം നടത്തി, കേന്ദ്ര സംഘം എത്താൻ പോകുന്നു, ആളുകൾ വരുന്നു, പിന്നെ ഭീകരവാദികളെ പിടിക്കാൻ NIA വരുന്നു, അന്താരാഷ്ട്ര സംഘം വരുന്നു, പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് അവസാനം മാർട്ടിനായപ്പോഴത്തേക്ക് ഒരു ഉണക്കനാരങ്ങയായിട്ട് ആ കേസങ്ങ് മാറി. പിന്നെ ആർക്കും അതിനകത്ത് പിഴിയണ്ട, എല്ലാവരും അവിടെ വെച്ചിട്ടങ്ങ് പോയി. അതുപോലെ അങ്ങ് ഞെക്കിപ്പിഴിയലായിരുന്നു. അവസാനം പിന്നെന്തായി, ഈ വന്ന NIAക്കാരെല്ലാം ആകാശത്ത് വെച്ച് വിമാനം തിരിച്ചു വിട്ടങ്ങ് പോയി. ഭീകര സംഘടനകൾ ആരും ഇതുവരെ വന്നില്ല. പിന്നെ മാർട്ടിൻ ഉണ്ടാക്കിയതങ്ങനെ ഒരു ചിരട്ടയും തേങ്ങയും ഒക്കെ വെച്ച്, നമ്മൾ സാധാരണയിലെ കുട്ടികളുടെ ബാലലോകത്തിനകത്ത് പരിപാടിയുണ്ടല്ലോ റേഡിയോയിൽ, അതുപോലെ ചിരട്ടയും തേങ്ങയും വെച്ച് മാർട്ടിൻ കളിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ അറ്റത്ത് 2 വയറുകൾ ഘടിപ്പിച്ച്
അതിനുള്ളിലേക്ക് കുറച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച് പൊട്ടിക്കുന്നതിനിടയിൽ കുറച്ച് വലുതായി പൊട്ടി 5-6 പേർ സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ അങ്ങ് കഥ അവസാനിച്ചു. എന്നിട്ട് ആ സമയത്തും നമ്മുടെ കാസാക്കാരന്മാരെല്ലാം വെച്ച് കത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് പുള്ളി ദുബായിലായിരുന്നു. ദുബായ് സംഘത്തിന് വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പുള്ളി പാകിസ്ഥാൻ്റെ ഭൂപടം എടുത്തു വെച്ച് തലേന്ന് നോക്കിയതായിട്ട് വടിക്കൽ അന്നമ്മ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ആ സംഗതി അങ്ങ് അവസാനിച്ച്. ഇപ്പോൾ ദാ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന മാർട്ടിന് ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു പ്രശ്നവും ഇല്ല, മാർട്ടിൻ നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഭീകരവാദമൊന്നും ഇടരുതെന്ന്. മിക്കവാറും നമ്മുടെ മോസസ് അദ്ദേഹത്തിൻ്റെ റോട്ടറി ക്ലബ്ബ് റോയൽ ഇൻ്റർനാഷണൽ ഇദ്ദേഹത്തിനൊരു ധീരതയ്ക്കുള്ള അവാർഡും കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഗണത്തിലേക്കെത്തി. അങ്ങനെയാണ്. പക്ഷേ തിരിച്ചാണെങ്കിൽ ഇതെല്ലാം പോകും. ഇപ്പോൾ ചുരുക്കത്തിൽ ഇദ്ദേഹം ജാഫർ ചോദിച്ചതുപോലെ ഇത് പാസ്റ്ററാണെന്ന് അറിഞ്ഞതോടുകൂടി ഭീകരവാദകം തീർന്നു. ഇപ്പോൾ അതെന്തുവാ? ഒരു കുടംപുളി പൊട്ടിക്കല്ലേ. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ കുടംപുളിയുടെ, പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പുളിമരം ഉണ്ടായിരുന്നു. അതിൽ പുളിമഴ ഇങ്ങനെ കായൊക്കെ പഴുത്ത് മഞ്ഞയായിട്ട് നിൽക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇത് താഴെ വീണ് കിടക്കുമ്പോൾ ഇങ്ങനെ ഇത് പൊട്ടിച്ചിട്ട് അതിനകത്തുള്ളതിന് നല്ല മധുരവും ഒരു പുളിയും കൂടെ. അപ്പോൾ അങ്ങനെ പാസ്റ്റർ ഇത് വെച്ചത് പൊട്ടിക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഈ 2 കാലിൻ്റെയും നടുവിലേക്ക് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് പൊട്ടിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ പാസ്റ്ററുടേത് ഒരു പുളി പൊട്ടിക്കലായി അങ്ങ് അവസാനിക്കും. അല്ലാതെ എന്ത് ചെയ്യും ജാഫറെ? അതിനുള്ള നിർവാഹമേ ഉള്ളൂ. അതാണെന്ന് അറിഞ്ഞതോടുകൂടി 2 പക്ഷത്തും പിന്നെ വലിയ ബഹളമൊന്നുമില്ല, ആക്ഷേപമൊന്നുമില്ല, പോസ്റ്റില്ല. നമ്മുടെ പിന്നെ ശ്രീത്ത് പണിക്കരൊന്നും പറയുന്നില്ല. ജയശങ്കർ വക്കീൽ ഇതിനു മുമ്പ് ഈ കുടംപുളി പൊട്ടിച്ച ലോകത്തിലെ ചരിത്രവും ഇന്ത്യയിലെ ചരിത്രവും ഒന്നും പറഞ്ഞു ചിരിക്കുന്നില്ല. വേറെ ആരും ഒന്നും ചിരിക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഒട്ടും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. വേണമെങ്കിൽ ആ വാർത്തയുടെ തലക്കെട്ട് അബദ്ധത്തിൽ കുടംപുളി പൊട്ടിപ്പോയ ഒരു മധ്യവയസ്കൻ്റെ കഥ, എന്നിട്ട് അതൊരു ചെറിയ ലഘു കഥയായി, ഒരു ചെറുകഥയായി അങ്ങ് അവസാനിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ.